ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികൾ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത്. അപ്പോസ്തലൻ ഈ സുവിശേഷം പ്രസംഗിച്ചെടുത്തൊക്കെ ഫലമുണ്ടായി എന്ന് വെളിപ്പെടുത്തുക. എന്തുവാ ഫലം? നമ്മൾക്ക് ഉടനെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അത് തൊട്ട് താഴെ പറയുന്നു, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന് വെച്ചാൽ അത് ആത്മീകമായ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു കാര്യം എൻ്റെ അകത്ത് കിടക്കുക. അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷം പറയുക എന്ന് പറയുന്നത് എന്നെ ദൈവം ഏൽപ്പിച്ചൊരു ഉദ്യോഗമാണ്. അതിനകത്ത് ഞാനൊരു കടക്കാരനായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അതറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കടക്കാരനാകുക. അടുത്ത് പറയുന്നു, അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ റെഡിയാണ്. എനിക്ക് സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഈ കർത്താവിനെ അറിയിക്കാൻ ഞാൻ റെഡിയാണ്. അതിന് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ശേഷം ജാതികൾ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലം ഉണ്ടാകേണ്ടതിന്. അപ്പം ഞാൻ സുവിശേഷം പ്രസംഗിച്ചാൽ, ഞാൻ ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫലമുണ്ട്. അത് ഈ ലോകത്തിൻ്റെ നന്മയല്ല പ്രിയരെ, ലോകത്തിലെ നന്മയല്ല. യേശു ക്രിസ്തുവിനെ കിട്ടുന്നവർക്ക് ലോകത്തിൽ നന്മ കിട്ടുമെന്നല്ല. ഭൂമിയിലുള്ളതെല്ലാം കർത്താവ് നമുക്ക് തരും. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അത് ജാതികൾക്കും കിട്ടുന്നുണ്ട്. എന്നാൽ ഈ കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്തിൻ്റെ നന്മയല്ല, അവൻ ഉയരത്തിലുള്ള നന്മയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ കടക്കാരനാണ്. ഞാൻ സുവിശേഷം അവരെ അറിയിക്കാത്തത് കൊണ്ട് ഞാൻ കടക്കാരനാണ്. ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞില്ലേ, ഏത് ദേശത്ത് ഞാനത് അറിയിച്ചില്ലേ, ഞാൻ കടക്കാരനാണ്. ഞാൻ റോമയിൽ ഞാൻ ആ സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ റെഡിയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഏൽപ്പിച്ച ഉദ്യോഗത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട്, ദൈവം ദാനമായി തന്ന 24 മണിക്കൂറിനകത്ത് ഏറിയ സമയവും ഉറങ്ങി, ഏറിയ സമയവും തിന്നും കുടിച്ചും, ഏറിയ സമയം അവരവരുടെ കാര്യങ്ങൾ നോക്കി ഈ ഭൂമിയിൽ ചീട്ടുകൊട്ടാരം പോലെ പലതും പണിയുമ്പോൾ ഒന്നോർക്കുക, അതെല്ലാം നശിച്ചു പോകേണ്ടതിന്, തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടി വല്ലാണ്ടങ്ങ് അധ്വാനിക്കാതെ ദൈവസന്നിധിയിൽ ദൈവം ഏൽപ്പിച്ച ഉദ്യോഗം ചെയ്ത് വിശ്വസ്തയോടെ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.